വീട്ടിൽ മടങ്ങി വരരുത്, നീ ഇനി ഞങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞങ്ങളെ രണ്ടുപേരെയും തല വെട്ടിക്കളയണമെന്ന് ആർത്തുകൊണ്ട് ബൊച്ചി വാടിയില്ലേ തല വെട്ടിക്കളയാന്ന് ആർത്തുകൊണ്ട് വാൾ ഊരിപ്പിടിച്ച് 2-3 പേരും ഒരു വലിയ ജനസമൂഹവും വളഞ്ഞായിരുന്നു. രാത്രി കാളവണ്ടിയിൽ പാട്ടും പാടിക്കൊണ്ട് റാന്തലുകളൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് ഞങ്ങൾ പോകും. 3-4 കാളവണ്ടി തയ്യാറാക്കും അടുത്ത ഗ്രാമത്തിൽ. കഴിഞ്ഞിടയ്ക്ക് തന്നെ കോട്ടയം CMS കോളേജിൻ്റെ വിശ്വശതാബ്ദി കാലയളവിൽ താങ്കളെ ഒരു പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥിയായി സ്വീകരിക്കുകയുണ്ടായി. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു സിറിയൻ ഓർത്തഡോക്സ് കുടുംബത്തിലാണ്. പുള്ളി തല കുലുക്കിയിട്ട് പറഞ്ഞു, നാണാ പട്ടുപട്ടി കോണിയണാ. ലൈഫ് ഫോക്കസ് TVയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മാത്യു വർഗീസ്. അദ്ദേഹം ഭാഷാശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അതുപോലെ ഡോക്ടറേറ്റും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സ്വാഗതം സാർ. നന്ദി. താങ്ക് യു. താങ്കൾ ദീർഘവർഷമായി ഒരു മിഷണറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു മിഷണറി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമേജായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടോ മിഷണറി എന്നുള്ള പദത്തിന്? മിഷണറി എന്ന പദത്തിന് നെഗറ്റീവ് ഇമേജ് ഇല്ല. പക്ഷേ ആൾക്കാർ, പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിൽ, വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ്. അവിടെയുള്ളവരുടെ കാഴ്ചയിൽ മറ്റു മതങ്ങളിലും വിശ്വസിച്ചിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ആ മതമെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിൻ്റെ അനുയായികളായിട്ട് മാറുന്നു. വാസ്തവത്തിൽ എ മിഷണറി ഈസ് സമ്മൺ വിത്ത് എ മിഷൻ. സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പുത്രനെ ഒരു മിഷനോടുകൂടി, ഒരു ദൗത്യത്തോടു കൂടിയാണ് അയച്ചത്. പാപികളായ, നരകയോഗ്യരായ, മരണത്തിനധീനരായിട്ടുള്ള മനുഷ്യരെ ദൈവ മക്കളാക്കി മാറ്റാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളും അധികാരികളും ആക്കി മാറ്റാനുള്ള ദൗത്യത്തോടെ, മിഷനോടെയാണ് ദൈവം തൻ്റെ പ്രിയപുത്രനെ അയച്ചത്. കർത്താവ് യേശു പറഞ്ഞു, ആസ് ദ ഫാദർ ഹാസ് സെൻറ്റ് മീ സോ സെൻഡ് ഐ യു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതിമഹത്തായ ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമാണ് ഒരു മിഷണറിക്ക് ഉള്ളത്. എന്നാൽ പുറമേ ഉള്ളവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും ഈ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് ഒരു മലയുടെ മുകളിലെത്താൻ പല വഴികളുണ്ട്, ഏത് വഴി കൂടെ പോയാലും മലയുടെ മുകളിലെത്തും. അപ്പം നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഒരേ ഒരു വഴി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു വഴി പരിചയപ്പെടുത്താനായിട്ട് മിഷണറിമാർ പോകുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഉത്തരം? ഇത് വളരെ സംഗതമായിട്ടുള്ളൊരു ചോദ്യമാണ്. പൊതുവെ പലരും പറയുന്നു, ഇന്ന് ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന പലരും പോലും, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ വലിയ പ്രശസ്തനായ ഒരു തിയോളജിയൻ വിദേശത്ത് നിന്ന് വന്ന് അവിടെ സംസാരിച്ചത്, പുള്ളി പറഞ്ഞ വാചകം ഇതാണ്, ഞാൻ മറക്കാതെ ഇന്നും എൻ്റെ മനസ്സിലുള്ളത്. Surely there cannot be just one way to such a great reality as God. ക്രിസ്ത്യാനിയും തിയോളജിനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ലിബറൽ തിയോളജിയൻസ് പോലും ഈ ഒരൊറ്റ വഴിയേ ഉള്ളത് പറയരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ നാം മനസ്സിലാക്കുന്നത് മതങ്ങളെല്ലാം മനുഷ്യൻ്റെ അന്വേഷണമാണ്. യാഥാർത്ഥ്യത്തെ തേടി, ഈശ്വരനെ തേടി അലയുന്ന മനുഷ്യൻ്റെ വിവിധങ്ങളായുള്ള തെരഞ്ഞെടുപ്പുകളാണ് മതങ്ങൾ. ഈശ്വരനെ തേടുന്നതിൻ്റെ വിവിധങ്ങളായുള്ള മാർഗങ്ങളാണ്. എന്നാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ്. God became man that man can be made divine. ഭക്തനായ സെയിൻറ്റ് അത്തനേഷ്യസ് ആണെന്ന് തോന്നുന്നു.
അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഈ യത്നങ്ങളെല്ലാം പ്രയത്നങ്ങളെല്ലാം വൃഥാവിലാണ് എന്നത് അറിയുന്ന ദൈവം മനുഷ്യന് വേണ്ടി സ്വയം വഴി തുറക്കുകയാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പരുന്ത് പക്ഷികളിൽ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ്. പക്ഷെ എത്ര ഉയരെ 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 പറന്നാലും സൂര്യനിലെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ അധ്വാനങ്ങളും. ഏറ്റവും ജ്ഞാനികളായ മഹാജ്ഞാനികളുടെ ജ്ഞാനവും ദൈവത്തിങ്കൽ നമ്മെ എത്തിക്കുന്നില്ല. ദൈവം സ്വയം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ദൈവത്തെ കണ്ടെത്താൻ കഴിയൂ. എന്നാൽ ദൈവത്തിന് മഹത്വം. ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ പ്രത്യേക ഒരു ഉദ്ദേശ്യത്തിലാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും. ആ സാദൃശ്യമെന്ന് പറയുന്നത് തന്നെ ദൈവം ഈശ്വരൻ ആത്മാവായിരിക്കുന്നത് പോലെ നമുക്കും ഒരാത്മാവ് തന്ന് നാമും ആ ദൈവവുമായി പരസ്പര സമ്പർക്കത്തിലേർപ്പെടാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുമായിട്ടായിരുന്നു. എന്നാൽ പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് അതാണ്. ആദാമ്യ പാപത്തിലൂടെ നഷ്ടപ്പെട്ടത്. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദമിനോട് പറഞ്ഞപ്പോൾ ചിലർ ചോദിക്കും, ആദം മരിച്ചില്ലല്ലോ എന്ന്. എന്നാൽ വാസ്തവത്തിൽ സംഭവിച്ചത് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ദൈവവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള ആ കഴിവ് നഷ്ടപ്പെടുകയാണ്. താങ്കൾ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയാണ്. ആ ഒരു വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് താങ്കൾക്കൊരു കോളേജ് പ്രൊഫസറായി ഒക്കെ സേവനം ചെയ്യാനായിട്ട് കഴിയും. കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ കോട്ടയം CMS കോളേജിൻ്റെ ശതാബ്ദി കാലയളവിൽ താങ്കളെ ഒരു പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥിയായി സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയിൽ ഒരു ലോക സമൂഹം അംഗീകരിക്കുന്ന വിദ്യാഭ്യാസമുള്ള താങ്കൾ എന്തിനാണ് ഒരു മിഷണറി ദൗത്യം തിരഞ്ഞെടുത്തത്? ലോകം തരുന്ന മാനം എന്തിനെന്ന് പാട്ടുകാരൻ പാടി. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി എന്ന് ME ചെറിയാൻ സാറ് പാടിയത് ഓർക്കുകയാണ്. ഈ ഡിഗ്രിയൊക്കെ എടുത്തതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം ഇപ്പോൾ ഫിലിപ്പ് ആൻഡ്രൂസ് ചോദിച്ചത് പോലെയുള്ള ഒരു ഉത്തരമാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല, കഴിവൊന്നുമില്ല, മറ്റ് പണിയൊന്നും കിട്ടാത്തത് കൊണ്ട് കർത്തൃ ശുശ്രൂഷ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനം തിരഞ്ഞെടുത്തു എന്ന് വരാൻ ഇടയാകരുത്. 2, നമുക്ക് ഒരു ശ്രോതൃഗണം ലഭിക്കുകയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ടും മറ്റും. ഞാൻ അവിടെ CMS കോളേജിലെ ഉദാഹരണം, CMS കോളേജിൽ 2 ദിവസം ഫുൾ ഡേ പ്രഭാഷണമായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലി സ്മാരക പ്രഭാഷണം. CMS കോളേജിൻ്റെ ദ്വിശതാബ്ദിയുടെ അതിൻ്റെ ആഘോഷമായി. അപ്പോൾ അവിടെയും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി. എന്നെ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും പ്രിൻസിപ്പലും പരിചയപ്പെടുത്തിയതും ഒരു ബൈബിൾ പരിഭാഷകനായിട്ടാണ്. എന്നാൽ ഒരു ഭാഷാശാസ്ത്രജ്ഞനും. ഇപ്പോൾ ഞാൻ ചില അനേക മഹാന്മാരുടെ കാലടിച്ചോടുകൾ പിന്തുടരുകയാണ്. ഉദാഹരണത്തിന് ബെഞ്ചമിൻ ബെയ്ലി, അല്ലെങ്കിൽ ഹെർമൻ ഗുണ്ടറ്റ്, അല്ലെങ്കിൽ വില്യം കേരി. ഇവരൊക്കെ അവർക്കന്യമായിരുന്ന ഭാഷ, മറ്റ് രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ, ഭാഷാശാസ്ത്രപ്രകാരം ഭാഷകളുടെ കുടുംബങ്ങളിൽ മറ്റൊരു കുടുംബത്തിൽപ്പെട്ട ഭാഷ വന്ന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ഈ ഭാഷയ്ക്ക്, നമ്മുടെ ഭാഷയ്ക്ക് മലയാളത്തിന് ഫോർ എക്സാമ്പിൾ വ്യാകരണവും ഡിക്ഷണറിയും ഒക്കെ ഉണ്ടാക്കി തന്നു. അവർക്ക് ആ രീതിയിലുള്ള ഭാഷാശാസ്ത്രപരമായ പരിശീലനം ഏറെക്കുറെ ഉണ്ടായിരുന്നു. സമർപ്പണം മാത്രം പോരാ, അല്പസ്വല്പം ഭാഷാശാസ്ത്രപരമായ പരിശീലനം, പുതിയ ഭാഷകൾ പഠിക്കാൻ നമുക്ക്
വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു വിഭാഗമാണ് ഫൊനറ്റിക്സ് എന്ന് പറയുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളുമുണ്ട്, മലയാളം അറിയാമെങ്കിൽ ലോകത്തിലെ ഏത് ഭാഷയും പറയാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്നാൽ അതൊരു മിഥ്യാധാരണയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ആദിവാസികളുടെയൊക്കെ മധ്യത്തിൽ പോയപ്പോൾ മനസ്സിലായി. നമ്മുടെ ഭാഷയിൽ ഇല്ലാത്ത തന്നെ പല ശബ്ദങ്ങൾ അവരുടെ ഭാഷകളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാണ്, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ നമ്മുടെ പല മലയാളികളും നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പറയുന്നത് യേശു ജി ഉഡാ എന്നാണ്. ഉഡാ എന്ന് പറഞ്ഞാൽ പറന്നെന്നാണ് അർത്ഥം. അത് ഉഠാ എന്ന് തന്നെ പറയണം. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ചെന്നിട്ട് യേശു ജി ഉഠാ, യേശു ഉയർത്തെഴുന്നേറ്റ് പറയുന്നതിന് പകരം നാം പറഞ്ഞ് ഫലിപ്പിക്കുന്നത് യേശു പറന്നുപോയി എന്നാണ്. അപ്പോൾ അങ്ങനെ ഭാഷാശാസ്ത്രത്തിലുള്ള ഒരു പരിചയം നമുക്ക് ശരിയായി ഉച്ചരിക്കാനായിട്ട്, ഭാഷ ശരിയായി ഉച്ചരിക്കാനായിട്ട് നമ്മെ സഹായിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു വന്നപ്പോൾ സെമിനാരി പഠിച്ച കാലം എന്ന് പറഞ്ഞു. ഈ സെമിനാരി കാലഘട്ടം എങ്ങനെയായിരുന്നു? യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടെത്തിയ കാലഘട്ടം എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം? ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു സിറിയൻ ഓർത്തഡോക്സ് കുടുംബത്തിലാണ്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പട്ടക്കാരനായിട്ട്, ഒരു ലോഹയിട്ട് നടക്കുന്ന പുരോഹിതനായിട്ട് എന്നെ കാണുക എന്നുള്ളത്. ഞാൻ 7 മക്കളിൽ ഏറ്റവും മൂത്തയാളാണ്. അപ്പോൾ കടിഞ്ഞൂൽ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ള ആ ഒരാശയം അവർക്കുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഭക്തനായിട്ട് വളർന്നു. പള്ളിയിൽ റെഗുലറായിട്ട് പോകുന്ന, സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന, അങ്ങനെ സഭാസംബന്ധമായ പള്ളി സംബന്ധമായ ആക്ടിവിറ്റിയിലൊക്കെ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന, മാതാപിതാക്കളുടെ പ്രത്യേക താല്പര്യവും അതായിരുന്നു. എനിക്ക് യേശു കർത്താവിനെ എൻ്റെ രക്ഷകനായി കണ്ടെത്താൻ ചെറുപ്രായത്തിൽ തന്നെ ഒരവസരമുണ്ടായി. ഒരു 15 വയസ്സുള്ള സമയത്ത്. അതൊരു നീണ്ട കഥയാണ്, ചുരുക്കമായിട്ട് പറയാം. നീണ്ട കഥയെ ചെറുകഥയാക്കി മാറ്റാം. ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി സ്കൂൾ അടച്ചു. ആദ്യം ഒരു 2 ആഴ്ചത്തെ പ്രിപ്പറേഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ ടീച്ചറുണ്ട്. അദ്ദേഹം സുവിശേഷ വെളിച്ചം ലഭിച്ച ഒരാളായിരുന്നു. ഓർത്തഡോക്സുകാരനായിരുന്നെങ്കിലും അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നു, എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ, ഏതെങ്കിലും വിഷയത്തിന് സഹായം വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പഠിക്കുകയാണ്, എനിക്ക് മാത്തമാറ്റിക്സ് അല്പം പ്രയാസമുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു വീട്ടിൽ വാ, ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചു തരാം. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്നു. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ ഇരുന്നു. എന്നെ വീട്ടിൽ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുമോനെ, നമുക്ക് സ്കൂളിലെ മാത്സ് പഠിക്കുന്നതിന് മുമ്പേ ജീവിതത്തിൻ്റെ ഗണിതം ഒന്ന് പഠിക്കണം. അദ്ദേഹം പറഞ്ഞു ലൈഫ് വിതൗട്ട് ക്രൈസ്റ്റ് ഈസ് എ ബിഗ് സീറോ. യേശുവില്ലാത്ത ജീവിതം വലിയ ഒരു ശൂന്യതയാണ്, വട്ടപൂജ്യമാണ്. യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം വേണം. അപ്പോൾ ഈ ഓർത്തഡോക്സിൽ വളർന്നു വന്ന് എനിക്ക് ഇതൊക്കെ വളരെ എന്തോ ഒരു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കുന്നത് പോലെയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു യേശുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം വേണം. പള്ളി പോകുന്നുണ്ട്, സൺഡേ സ്കൂളുണ്ട്, കുർബാന കാണുന്നുണ്ട്, കൊള്ളുന്നുണ്ട്, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷേ യേശുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധമില്ലെങ്കിൽ ഇതിനൊന്നും ഒരർത്ഥവുമില്ല. അപ്പം ഞാൻ
തുറന്ന കണ്ണുകളോടെ, തുറന്ന വായോടെ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാഗൂതം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം കുഞ്ഞുമോൻ ഒരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ അംഗീകരിക്കണം. ഞാൻ പറഞ്ഞല്ല, ഞാൻ പാപിയൊന്നുമല്ല. കാരണം എൻ്റെ മനസ്സിലൊരു പാപി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന, വഴക്കിടുന്ന, ചീത്ത പറയുന്ന, സിഗരറ്റ് വലിക്കുന്ന, ഇങ്ങനെയുള്ള ഒരാളാണ് പാപി. അതൊന്നും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോവും, മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങൾ വായിച്ചിട്ട് നാളെ വരാൻ പറയും. നമുക്കറിയാം ഈ 3 അധ്യായങ്ങളാണ് ദൈവത്തിൻ്റെ നിലവാരവും മനുഷ്യൻ്റെ നിലവാരവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ പുറമേ കാണുന്ന പ്രവൃത്തികൾ മാത്രമാണ് പാപം എന്ന് വിളിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന വിചാരങ്ങൾ പോലും പാപകരമാകാം എന്നുള്ളത് വ്യക്തമാകുന്നു മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വിളിച്ചെന്നു. അപ്പോൾ ചോദിച്ചു, എന്ത് പറയുന്നു, പാപിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പാപിയാണ്. അപ്പോൾ അദ്ദേഹം യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം എന്നെ ചൂണ്ടിക്കാണിച്ചു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അടിവരയിടാൻ പറഞ്ഞു എൻ്റെ ബൈബിളിൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. അപ്പം പിന്നെയും എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ 9-ാം വാക്യത്തിലേക്ക് പോകാം. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സർവ്വ അനീതിയും പോക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പം നമ്മൾ ആ കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജകീഭവിക്കണമെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. കർത്താവായ യേശു ക്രൂശിൽ അന്ന് മരിച്ചത്, എന്നോട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമോനെ നിനക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ, കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത് കുഞ്ഞുമോൻ പാപകരമായ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശിക്ഷയായിട്ടായിരുന്നു. കുഞ്ഞുമോൻ്റെ കരങ്ങളിൽ കൈകൊണ്ട് ചെയ്ത ദുഷ്പ്രവൃത്തികൾക്ക് ബദലായിട്ടാണ് കർത്താവിൻ്റെ കരങ്ങളിൽ ആണികൾ അടിക്കപ്പെട്ടത്. തെറ്റായ സ്ഥലങ്ങളിലേക്ക് കുഞ്ഞുമോൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് യേശുവിൻ്റെ കാലുകളിൽ ആണികൾ അടിക്കപ്പെട്ടത്. ഇതൊക്കെ അപ്പോൾ ഏറ്റുപറയുക എന്നുള്ള ആ ഭാഗം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ മുട്ടുകുത്തി ഞാൻ കണ്ണീരോടുകൂടി എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അതിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ ആ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കായംകുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ മാത്തമാറ്റിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ഞാനായിരുന്നു 10-ാം ക്ലാസ്സിൽ. എനിക്ക് മാർക്ക് ലിസ്റ്റ് തരുന്ന ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞു, മാത്യു വർഗീസിന് മാത്തമാറ്റിക്സിന് ഇത്രയും മാർക്കുണ്ട്, സോ യു മസ്റ്റ് ബിക്കം ആൻ എഞ്ചിനീയർ, യു മസ്റ്റ് ഗോ ഫോർ എഞ്ചിനീയറിങ്. അപ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. എന്നാൽ നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹവും അഭിലാഷവും കൊണ്ട് എനിക്ക് തുടർന്ന് ഡിഗ്രിക്ക് ശേഷം സെമിനാരിയിൽ പോകാനായിട്ട് ഉള്ള സമ്മർദ്ദമുണ്ടായി. അതിന് വേറൊരു കാരണമുണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓർത്തഡോക്സ് സഭയുടെ അന്നത്തെ ബാഹ്യ കേരള ഭദ്രാസനം, അതിൽ പട്ടക്കാർ കുറവായതുകൊണ്ട് പട്ടക്കാരാകാൻ താല്പര്യമുള്ള ചെറുപ്പക്കാരെ വിളിച്ച് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ 10-ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ, അതായത് 5 വർഷം ഈ ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിച്ചാണ് ഞാൻ പഠിച്ചത്. അതുപോലെ സെമിനാരിയിലും ഈ സഭയുടെ സ്കോളർഷിപ്പോടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധനം ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ് രക്ഷിക്കപ്പെട്ട ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ പോലും ഞാൻ സെമിനാരിയിൽ പോയത്. അപ്പോൾ പലരും പറഞ്ഞു, എൻ്റെ ഗുരുക്കന്മാരായ ഗുരുസ്ഥാനീയരായ പലരും പറഞ്ഞു, നല്ലതാണ് അവിടെ പോവുക, ഇരുട്ടിലാണല്ലോ നമുക്ക് വെളിച്ചമായിരിക്കേണ്ടത്, അവിടെ വെളിച്ചമായി പ്രകാശിക്കാൻ നോക്കുക.
അങ്ങനെ അനേകർ ഓർത്തഡോക്സ് സഭയിലുണ്ട്, പട്ടക്കാരായിട്ടും ഈവൻ ബിഷപ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രകാശമായിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാണ് ഗുരുസ്ഥാനീയരായ പലരും പ്രോത്സാഹിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത്. എന്നാൽ സെമിനാരി കോഴ്സിൻ്റെ പകുതി, 4 വർഷത്തെ കോഴ്സാണ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ. അത് 2ാം വർഷത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥനായി. കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വെളിച്ചം ഉണ്ട്, എന്നാൽ ഉള്ള വെളിച്ചം മുഴുവനും ഇരുട്ട് വിഴുങ്ങിക്കളയും എന്നുള്ളൊരു പ്രതീതിയായിരുന്നു. ഒരു ദിവസം സാധാരണ നമ്മൾ ഒരു അൽമായക്കാരനാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പള്ളിയിൽ പോയാൽ മതി. ഇത് ഞങ്ങൾക്ക് ഡെയിലി 3 നേരം സെമിനാരിയുടെ തന്നെ ചാപ്പലിൽ പ്രാർത്ഥനയുണ്ട്. ആക്ച്വലി 7 നേരത്തെ പ്രാർത്ഥന 3 ആയിട്ട് അവർ കംപ്രസ് ചെയ്തതാണ്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം മറ്റോ കുർബാനയുണ്ട്. ഇതിലെല്ലാം പങ്കെടുക്കണം. ഈ ഓരോ പ്രാർത്ഥനയിലും എല്ലാ വിശുദ്ധന്മാരോടെയും പ്രാർത്ഥിക്കുന്നു, എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പിന്നീട് കുർബാന എന്ന് പറയുന്നത് അപ്പം എടുത്ത് ഈ അപ്പം കർത്താവിൻ്റെ ശരീരമായി മാറട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കൈ അതിന് മേലെ ആവസിപ്പിക്കും. പാനപാത്രം എടുത്തിട്ട് ഈ പാനപാത്രം യേശു കർത്താവിൻ്റെ രക്തമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഇത് സാക്ഷാൽ ബലിയാണ്, യേശു കർത്താവിൻ്റെ യാഗത്തിൻ്റെ ആവർത്തനമാണ്, തനിയാവർത്തനമാണ്. അങ്ങനെ തന്നെയാണ് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ എബ്രായ ലേഖനം പഠിക്കുകയാണ്. സെമിനാറിലായിരിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖനം പഠിച്ച് നമുക്കൊക്കെ അറിയാം അതിൻ്റെ ആശയം എന്തെന്ന്. 9-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് പഴയ നിയമ കൂടാരത്തിൻ്റെ വർണ്ണനയാണ്. രണ്ടാമത്തെ കൂടാരത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് 2-ാമത്തേതിലോ എന്ന് പറഞ്ഞാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ രക്തം കൂടാതെയല്ല ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തവുമായി പ്രവേശിച്ച് തനിക്കും ജനത്തിനും വേണ്ടി അവിടെ അർപ്പിക്കുന്നു, പ്രായശ്ചിത്തമായി അർപ്പിക്കുന്നു. 10-ാം വാക്യം വരെ അത് ആ വർണ്ണനയാണ്. എന്നാൽ 11-ാം വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് പാഞ്ഞിറങ്ങിയ ഒരു പ്രകാശ രശ്മിയായിട്ട് മാറി. 11-ാം വാക്യം, ബട്ട് ക്രൈസ്റ്റ് ഹാവിംഗ് കം ആസ് എ ഹൈ പ്രീസ്റ്റ് ഓഫ് good things to come, entered into the holy of holies, not made with hands but with എന്നിങ്ങനെ പറഞ്ഞ് ഇപ്പോൾ വാക്യം കൊണ്ട് ഓർക്കുന്നില്ല. എന്നാൽ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി സ്വന്തം രക്തത്താൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ആ ഒരിക്കലായി എന്നുള്ളത് എന്നെ വളരെ വളരെ പിടിച്ചു കുലുക്കിയ വാക്കാണ്. കാര്യം ഇവർ പറയുന്നത് യേശുവിനെ പിന്നെയും 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 ക്രൂശിക്കുക എന്നാണ്. ഈ കുർബാന സാക്ഷാൽ ബലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതൻ ഇത് അർപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള യാതൊരു ബലിയുടെയും ആവശ്യമില്ല, ഒരിക്കൽ മതി. അതിൻ്റെ എഫിക്കസി, അതിൻ്റെ ബലം, അതിൻ്റെ ശക്തി, അതിൻ്റെ പ്രയോജനം സാർവലൗകികവും സാർവകാലികവുമാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. ഇനി ഈ സെമിനാരിൽ തുടരുന്നത്, കർത്താവേ, ബ്ലാസ്ഫെമസ് പ്രാക്ടീസ്, ഇത് ദൈവദൂഷണത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എനിക്കിത് പറ്റില്ല കർത്താവേ എന്ന് പറഞ്ഞ് സെമിനാരി വിട്ട് പോവുകയാണ്. സെമിനാരിയിൽ നിന്ന് എനിക്ക് സുഖമില്ല, കുറച്ച് ദിവസത്തെ അവധി വേണം, തീരെ മേല എന്ന് പറഞ്ഞ് വാർഡനോട് ലീവ് ആവശ്യപ്പെട്ട് പുറപ്പെട്ടു പോവുകയാണ്. തുടർന്ന് ചുരുക്കമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമായിരുന്നു എന്നെ ഒരു പട്ടക്കാരനായി കാണുക എന്നുള്ളത്. എന്നാൽ ഞാൻ തിരുവചനം വായിച്ചപ്പോൾ
കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഭാര്യയും മക്കളെയും സ്വജീവനെ തന്നെയും പകയ്ക്കാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് 2 ജീവിതമുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കായിട്ട് കൊടുത്തേനെ. കാര്യം അവർ അത്രയേറെ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി കഷ്ടവും ത്യാഗവും ഒക്കെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ മുന്നിൽ അവരുടെ ത്യാഗം ത്യാഗമല്ല, അവരുടെ സ്നേഹം സ്നേഹമല്ല. എൻ്റെ ജീവിതം കർത്താവെ അവിടുത്തെ ഒരു ശിഷ്യനായി ജീവിക്കാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ശിഷ്യത്വം സ്വയം വരിക്കുകയായിരുന്നു. തുടർന്ന് OM ടീമിൽ ചേർന്ന് 2-3 വർഷം പ്രവർത്തിച്ചു. താങ്കളുടെ ഭാഷാ പഠനം അത് പിന്നീട് താങ്കളൊരു ബൈബിൾ ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിൽ വേദപുസ്തക പരിഭാഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് മാറ്റി എന്ന് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രൈബൽ ഭാഷ തിരഞ്ഞെടുത്ത് ആ ഭാഷയ്ക്ക് ലിപി ഉണ്ടാക്കണം, ആ ഭാഷയിലുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം? നല്ല ചോദ്യമാണ്. വാസ്തവത്തിൽ ഒരു മിഷണറി ആകുക എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓർത്തഡോക്സിലായിരിക്കുമ്പോഴും ബാഹ്യ കേരള ഭദ്രാസനം അത് ചൂസ് ചെയ്യാൻ തന്നെ അന്നേ ഉള്ളൂ. ഇന്ന് ആ ഭദ്രാസനമില്ല, എൻ്റെ പേര് മാറി. അപ്പോൾ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരിടയിൽ പോകണം. പിന്നെ അവർക്ക് ഈ ഓർത്തഡോക്സുകാർക്ക് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടോ എന്ന് ചിലർക്കുണ്ട്. സെൻറ്റ് പോൾസ് സുവിശേഷ ടീം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ സ്പെസിഫിക്കായിട്ട് ഈ രീതിയിലൊരു മിനിസ്ട്രിയിലേക്ക് വരുന്നത് രസകരമായൊരു അനുഭവത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെമിനാരി വിട്ട് കഴിഞ്ഞ് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ചേർന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നുള്ളതുകൊണ്ടാണ്. വീട്ടിൽ മടങ്ങി വരരുത്, നീ ഇനി ഞങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോഴാ OM ടീമിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് OMൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമുണ്ടായിരുന്നു. UP75 1975 കാര്യമാണ് ഈ പറയുന്നത്. ആ 75 കഴിഞ്ഞ് പിന്നീട് ടീമുകളെല്ലാം റീഓർഗനൈസ് ചെയ്ത് എൻ്റെ തന്നെ നേതൃത്വത്തിൽ 17 പേരടങ്ങുന്ന ഒരു ടീമിനെ രാജസ്ഥാനിലേക്ക് അയച്ചു. അപ്പോൾ എൻ്റെ ടീമിൽ 2-3 വെള്ളക്കാരുണ്ട്, ഒരു അമേരിക്കൻ, 2 ബ്രിട്ടൻസ്, പിന്നീട് നോർത്ത് ഇന്ത്യൻസാണ്, വേറൊരു മലയാളി. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ OMൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ഇവാഞ്ചലിസമാണ്. പുസ്തകങ്ങൾ വിതരണം ചെയ്യുക, സുവിശേഷം പറയാൻ കഴിയുന്നിടത്ത് പറയുക. അപ്പോൾ ഞങ്ങളൊരു മേള നടക്കുന്ന സ്ഥലത്ത് പോയി. മേള എന്ന് പറഞ്ഞാൽ വലിയ ഉത്സവമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടും, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ കടകൾ, പീടികകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും അതിൻ്റെ മൈതാനത്ത് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത്, കൂട്ടത്തിൽ ഒരാൾ ഗിറ്റാർ വായിച്ചിട്ടും എല്ലാവരും കൂടി ഒരു പാട്ടൊക്കെ പാടി ഒരു ചെറിയ സുവിശേഷ സന്ദേശം 5 മിനിറ്റിൻ്റേത് ഒരാൾ പ്രസംഗിച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വാഹനത്തിൽ ചാടിയിറങ്ങി ഒരടുക്ക് പുസ്തകവുമായിട്ടാണ് ചാടിയിറങ്ങുന്നത്. ഗോസ്പൽ പാക്കറ്റ്സാണ് പ്രധാനമായിട്ട്. ഒരു സുവിശേഷവും 2-3 ബുക്ക്ലെറ്റുകളും എല്ലാം അടങ്ങിയ, ട്രാക്റ്റുകളും എല്ലാം അടങ്ങിയ ഒരു പാക്കറ്റാണ്. അപ്പോൾ അന്ന് അതിന് 25 പൈസയാണ് വില. അന്ന് പൈസയും വില, ഞങ്ങളാണ് പറയുന്ന കാലഘട്ടം, 4 അണ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകക്കെട്ടുമായിട്ട് ഒരു മധ്യവയസ്കനായ ചുവന്ന തലക്കെട്ടുള്ള ടർബനുള്ള ഒരു രാജസ്ഥാനിയെ സമീപിച്ചത് ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. പറഞ്ഞു, സിർഫ് 4 അണ സർ. പറഞ്ഞാൽ വെറും 4 അണയേ ഉള്ളൂ.
പുള്ളി തല കുലുക്കിയിട്ട് പറഞ്ഞു, നാ പട്ടുപട്ടി കോണിയണാ. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം, വേണ്ട വേണ്ട വേണ്ട, പഠിച്ചവരാരുമില്ല ഇവിടെ. അന്ന് അതേത് ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മാർവാടി, രാജസ്ഥാനിലെ ഒരു ഡയലക്റ്റാണ് ഹിന്ദിയുടെ. എന്നാൽ പട്ടുകുട്ടി കോണിയണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, പടേ ഹുയെ കൊയ് നഹി. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചു, ടുഡേ ഐ ഫെൽറ്റ് ലൈക്ക് സമൺ witnessing a drowning scene. I stand at the bank of the river and here is someone drowning in the midst of flooded river and I myself can't be of any help because I can't swim. അദ്ദേഹത്തിൻ്റെ ഭാഷ പറയാൻ അറിയാത്ത, അദ്ദേഹത്തോട് സംസാരിക്കാൻ അറിയാതെ ഞാൻ കരയ്ക്ക് നിൽക്കുകയാണ്, നീന്തൽ അറിയാത്ത ഒരു വ്യക്തിയെപ്പോലെ. ഇങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ സുവിശേഷവുമായി സന്ധിക്കണമെങ്കിൽ അവരുടെ മധ്യത്തിൽ പോയി ജീവിച്ചുകൊണ്ട് അവരുടെ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അങ്ങനെ തന്നെ അന്ന് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്ന ലോകവ്യാപകമായിട്ടുള്ള സംഘടന താല്പര്യമുള്ള വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. ഭാഷാശാസ്ത്രം ഞങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിൽ ഇനിയും ദൈവവചനം എത്തിയിട്ടില്ലാത്ത അനേക ഭാഷകളുണ്ട്. അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഇൻട്രൊഡക്ടറി ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാശാസ്ത്രത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പല സംഘടനകൾക്ക് അവർ എഴുതി. കൂട്ടത്തിൽ OM ടീമിനും എഴുതി. അപ്പോൾ എന്നോട് ചോദിച്ചു, പോകാൻ താല്പര്യമുണ്ട്, ഇങ്ങനൊരു ട്രെയിനിങ് അവൈലബിൾ ആണ്. ഞാൻ ആദ്യമേ തന്നെ കൈ ഉയർത്തി. കാര്യം ഇതിനു വേണ്ടി ഞാൻ സ്വയം സമർപ്പിച്ച ആളായിരുന്നു. അതാണ് ഈ ആ ഒരു വിളിയിലേക്കുള്ള തുടക്കം. പിന്നീട് എങ്ങനെയാണ് ഈ വസാവി ഭാഷ സംസാരിക്കുന്ന ആളുകളിലേക്ക് നയിക്കപ്പെട്ടത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ലിംഗ്വിസ്റ്റിക്സ് ട്രെയിനിങ് 1 മാസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചിലരെ ഒരു 6 മാസത്തെ ട്രെയിനിങ്, ഫുൾ ഫ്ലെജ്ഡ് ലിംഗ്വിസ്റ്റിക്സ് കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ അയക്കാൻ തിരഞ്ഞെടുത്തു. 3 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷേ എനിക്ക് തക്ക സമയത്ത് പാസ്പോർട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്നാൽ ഞാൻ ഈ പ്രകാരം ഒരു വേലയ്ക്ക് വേണ്ടി സമർപ്പിതനാണെന്നും അവിടെ നടന്ന പരീക്ഷയിലൊക്കെ ഈ 1 മാസത്തെ കോഴ്സിനുള്ളിൽ കൂട്ടത്തിൽ നല്ല സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു എന്നതുകൊണ്ടും ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് എവിടേക്ക് പോകണമെന്ന്. അപ്പോൾ കുറച്ചു കാലം നമ്മുടെ നീലഗിരിയിലുള്ള ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് 2-3 മാസം പ്രവർത്തിച്ചു. അപ്പോൾ അവർക്ക് ബൈബിൾ ട്രാൻസ്ലേഷനിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അന്ന് ഈ 1 മാസത്തെ കോഴ്സിൽ പഠിപ്പിച്ച വിക്ലിഫ് ട്രാൻസ്ലേറ്റേഴ്സിൽ ഒരാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മഹാരാഷ്ട്രയിലുള്ള മൗച്ചി എന്ന് പറയുന്നൊരു ഭാഷയിലാണ്. അദ്ദേഹം ആ ഭാഷ വിട്ട് പോവുകയാണ്. അവർ 2 പേരൊരു ടീമായിട്ടാണ് പ്രവർത്തിച്ചത്. അന്ന് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ കേന്ദ്രം നാഗ്പൂരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞങ്ങൾ നാഗ്പൂരിൽ വന്നു. ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മൗച്ചി ഭാഷ സംസാരിക്കുന്നത് നാഗ്പൂരിൽ നിന്നൊരു 600 കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ ഏരിയയിലാണ്. അന്ന് ധൂളിയ ജില്ല എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ന് ആ ജില്ല 2ആയി, ധൂളിയയും നന്ദുർബാറും എന്ന് 2ആയിട്ട് പിരിഞ്ഞു. അന്നത്തെ ധൂളിയ ജില്ലയിലാണ് മൗച്ചി സംസാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നേരെ ആദിവാസി ഭാഷ മൗച്ചി സംസാരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവരുടെ മധ്യത്തിൽ താമസിച്ച് അവരുടെ ഭാഷ പഠിച്ചു. അതിൻ്റെ ഫോണോളജി അനലൈസ് ചെയ്തു. അവർക്ക് ആവശ്യമായ അക്ഷരമാല ക്രമീകരിച്ചു. ഹിന്ദിയുടെ, ദേവനാഗരിയുടെ
അക്ഷരമാലയിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തി. തുടർന്ന് ഈ മിഷണറിയും ഞാനും ആദിവാസികളായ 3 സഹോദരങ്ങളും കൂടി പുതിയ നിയമത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഏറെക്കുറെ 5 വർഷം കൊണ്ട് പുതിയ നിയമത്തിൻ്റെ പല പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തു. അപ്പോൾ ഈ മിഷണറിയുടെ ഒരു സഹായി എന്നുള്ള നിലയിൽ, ഒരു ടീംമേറ്റ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അന്ന് ഫുൾ ടൈം അസംബ്ലി വർക്കേഴ്സ് അല്ല. 5 വർഷം അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചു. അപ്പം നമ്മൾ ഈ മൗച്ചിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വസാവി ഭാഷയിൽപ്പെട്ട പലരും, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയായ സഹോദരൻ, പെന്തക്കോസ്ത് അനുഭാവി ആയ ഒരു വസാവി ഭാഷക്കാരൻ വന്ന് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണും. ആ നാട്ടുകാരൻ തന്നെ. അദ്ദേഹം പറയും, സാറേ, ഈ മൗച്ചികളുടെ ഇടയിൽ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ വളരെ കുറവാണ്. ഞങ്ങൾ വസാവിയുടെ ഇടയിലാണെങ്കിൽ ഒത്തിരി പേര് കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഗോസ്പൽ പോലുമില്ല. സാർ, എന്തുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ തർജ്ജമ ചെയ്യുന്നില്ല? ഞാനതൊരു പ്രാർത്ഥനാ വിഷയമായി, മാസിഡോണിയൻ കോൾ എന്ന് പറയുന്നത് പോലെ കടന്നു വന്ന് സഹായിക്കുക എന്നിവിടെ ഒരാൾ പറയുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുടുംബമായി മൗച്ചി പ്രവർത്തനം വിട്ട് വസാവിയിലേക്ക് മാറുന്നത്. പിന്നീട് ഞങ്ങളൊരു വസാവി ഗ്രാമത്തിൽ ഇതുപോലെ തന്നെ, ആദ്യം മൗച്ചി ഗ്രാമത്തിൽ പോയി താമസിച്ചതുപോലെ തന്നെ വസാവി ഗ്രാമത്തിൽ പോയി താമസിച്ച് ഭാഷ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഭാഷ പഠിക്കാനായിട്ട് വന്നു എന്നാണ് അവരോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഭാഷ പഠിച്ച് അതിൽ സാഹിത്യം, പുതിയ പുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് അവിടെ താമസിച്ചത്. എന്നാൽ ക്രമേണ ഓരോരുത്തരും വന്ന് ചോദിക്കുക, എന്താ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ തർജ്ജമ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ സുവിശേഷം, ഇതാ പിടിച്ചോ സുവിശേഷം എന്ന് പറഞ്ഞല്ല, എന്നാൽ ആ സന്ദർഭമനുസരിച്ച് സുവിശേഷം പറഞ്ഞ് ഒടുവിൽ 7 പേര് കർത്താവിൻ്റെ രക്ഷിതാവെ സ്വീകരിച്ചു. അവർ സ്നാനപ്പെടാൻ, കർത്താവിനെ സ്നാനത്തിലൂടെ അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ എൻ്റെ കൈയാൽ തന്നെ അവരെ സ്നാനപ്പെടുത്തി ആദ്യമായിട്ട് വസാവികളുടെ ഇടയിൽ ഒരു പുതിയ നിയമ മാതൃകയിലുള്ള സഭ ആരംഭിച്ചു. മുമ്പ് പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ അവരുടെ ഇടയിലുണ്ട്. എന്നാൽ വസാവികളുടെ ഇടയിലുള്ള ആദ്യ പുതിയ നിയമ മാതൃകയിലുള്ള സഭ നമ്മുടേതായി. പിന്നീട് പിന്നെ ഒത്തിരി എതിർപ്പൊക്കെ ഉണ്ടായി. അതൊന്നും ഇപ്പോൾ വർണ്ണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവിടെ ഈ 7 പേര് കഴിഞ്ഞ് പിന്നെ 9 പേര് മുന്നോട്ട് വന്നു. 7 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ എതിർപ്പായി. ഞങ്ങളെ 2 പേരെയും തല വെട്ടിക്കളയണമെന്ന് ആർത്തുകൊണ്ട്, ബൊച്ചി വാടിയില്ലേ തല വെട്ടിക്കളയാന്ന് ആർത്തുകൊണ്ട് വാൾ ഊരിപ്പിടിച്ച് 2-3 പേരും ഒരു വലിയ ജനസമൂഹവും വളഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴായിരിക്കും വലിയ കുറുവടിയുമായിട്ട് ഞങ്ങളെ വളഞ്ഞിരിക്കുകയായിരിക്കും. ഏതായാലും കർത്താവിൻ്റെ കൃപയാൽ ഇതുവരെ തല്ലിക്കൊന്നില്ല. എന്നാൽ ഈ 7 പേര് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആണ് ഈ ഉപദ്രവം. പിന്നീട് 9 പേര് വിശ്വാസത്തിൽ വന്നു. അവർക്കെല്ലാം സ്നാനപ്പെടണം. ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, വേണ്ട സഹോദരങ്ങളെ, നമുക്ക് നേരത്തെ വന്നവർക്ക് ഉപദ്രവങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ഗ്രാമത്തിൽ നിങ്ങളെ പുറത്താക്കും. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാനും ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളെ സ്നാനപ്പെടുത്തണം. ഇങ്ങനെയുള്ള വാക്കുകളുടെ മുന്നിൽ നമ്മൾ അവരെക്കാൾക്ക് എത്രയോ നിസ്സാരരാണ്. വിശ്വാസത്തിൽ എത്ര നമ്മൾ ബലഹീനരാണെന്ന് ഓർത്തു പോകും. അവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ സഭ വളരാൻ തുടങ്ങി. അവർ പറയും, അടുത്ത ഗ്രാമത്തിൽ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, നമുക്ക് അവിടെ പോകണം. രാത്രി കാളവണ്ടിയിൽ പാട്ടും പാടിക്കൊണ്ട് റാന്തലുകളൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് ഞങ്ങൾ പോകും. 3-4 കാളവണ്ടി തയ്യാറാക്കും അടുത്ത ഗ്രാമത്തിൽ. പിന്നെ അടുത്ത ഗ്രാമത്തിൽ കർത്താവിൻ്റെ കൃപയാൽ ഇപ്പോൾ 25ഓളം കൂടി വരവുകൾ
വസാവികളുടെയും കുറച്ച് മൗച്ചികളുടെയുമായിട്ട് ഉണ്ട്. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകാം, എന്തുകൊണ്ടാണ് ഈ എല്ലാ ഭാഷകളിലും ബൈബിൾ ഉണ്ടാകണം എന്നുള്ള ഒരു നിർബന്ധം? എന്തിനാണ് ആളുകളോട് പോയി ഭാഷ പഠിച്ചിട്ട് അവിടെ ബൈബിൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതൊരു മതപരിവർത്തനത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിന് തർജ്ജമ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം, യേശു കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു. ഇപ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ യോഹന്നാൻ 3:16 നമുക്കറിയാം. ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. എത്രമാത്രം? സ്വപുത്രനെ ലോകത്തിന് പകരമായി നൽകാൻ, സ്വപുത്രനെ മനുഷ്യനായി അയക്കാൻ തക്കവണ്ണം. അത്രമാത്രം. ആ ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പ്രദർശനമാണ് ആ ദൈവം നമ്മുടെ ഭാഷ സംസാരിച്ചു എന്നുള്ളത്. ആ ദൈവം നമ്മുടെ ഭാഷയിൽ നമ്മോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. ആ നമ്മെ രക്ഷിക്കണമെങ്കിൽ നമ്മിൽ ഒരുവനായി ദൈവത്തിന് തീരണം. ഇപ്പോൾ ഞാൻ അല്പം അഹന്തയോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ അവിടെ വസാവിയുടെ ഇടയിൽ താമസിക്കുമ്പോൾ അവിടുത്തെ MLA ഇവഞ്ച്വലി ബിക്കം എ മിനിസ്റ്റർ, അദ്ദേഹം കാറിൽ പോകുമ്പോൾ എന്നെ കണ്ടാൽ കാറ് ചവിട്ടി നിർത്തുമായിരുന്നു നമസ്തേ പറയാനായിട്ട്. കാര്യം അദ്ദേഹത്തിന് അറിയാൻ ഞാൻ അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളാണ്. ഒരു വിവാഹ ചടങ്ങിൽ ഒരു ക്രിസ്ത്യാനി, നമ്മുടെ വിശ്വാസിയല്ല എന്നാൽ മറ്റൊരു സഭയിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ വിവാഹ ചടങ്ങിൽ ഈ മന്ത്രി ഉണ്ടായിരുന്നു. അന്ന് വചന ശുശ്രൂഷ ചെയ്ത് ഞാനാണ്. അദ്ദേഹം ആദ്യം ചോദിച്ചു, ഇദ്ദേഹം ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വന്നതാണോ, മധ്യപ്രദേശ്? ഇദ്ദേഹം നമ്മുടെ ഭാഷ എങ്ങനെ പറയുന്നു? ഒടുവിൽ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് നമ്മുടെ ഭാഷ പഠിച്ച് സംസാരിക്കുന്നത്. പുള്ളിക്ക് ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് എപ്പോൾ എന്നെ കണ്ടാലും പുള്ളി വണങ്ങാനായിട്ട് വണ്ടി നിർത്തുമായിരുന്നു. അപ്പം കർത്താവ് സ്വർഗീയ മഹിമകളൊക്കെ വിട്ട് സ്വർഗീയ ദൂതന്മാരുടെ ആരാധന ഉപേക്ഷിച്ച് നമ്മിൽ ഒരുവനെ പോലെ ആയെങ്കിൽ, നമ്മുടെ ഭാഷ സംസാരിച്ചെങ്കിൽ, നാമും ഏത് ജനതയാണോ കർത്താവിൻ്റെ സുവിശേഷവുമായി സന്ധിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഭാഷ പഠിക്കുന്നതിലൂടെ നാം അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രദർശനമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സകല ജാതികളിൽ നിന്നും രാഷ്ട്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളവർ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കർത്താവിനെ ആരാധിക്കുന്നു. അപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് ബൈബിൾ ഹാസ് എ ലിംഗ്വിസ്റ്റിക്സ് എംഫസിസ്. ഭാഷയെക്കുറിച്ച് പലയിടത്ത് പറയുന്നു. അപ്പോൾ ഭാഷയെ സ്നേഹിക്കുന്ന ദൈവം നമ്മിലും പ്രതീക്ഷിക്കുന്ന നാമും ഭാഷകളെ സ്നേഹിക്കണം. ആ ഭാഷക്കാരോട് അവരുടെ ഭാഷയിൽ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ. നമ്മുടെ പൂർവ്വഗാമികളെ നമ്മൾ ഓർക്കാം. ബെഞ്ചമിൻ ബെയ്ലിയുടെയും ഹെർമൻ ഗുണ്ടറ്റിൻ്റെയും വില്യം കേരിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ മഹത്തായ ദാനങ്ങളുടെ ഗുണഭോക്താക്കളാണ് നാം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ മലയാളം ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറില്ല ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടറ്റുമൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മുടെ കഠിനമായ ഭാഷ മലയാളം അവർ കരഗതമാക്കിയതെന്ന്. അപ്പോൾ അവരൊക്കെ ചെയ്ത നന്മകളുടെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നാം അനുഭവിക്കുമ്പോൾ നമുക്ക് ഇതുവരെ ബൈബിൾ എത്തിയിട്ടില്ലാത്തവരോട് ഒരു വലിയ കടപ്പാടുണ്ടെന്നുള്ളത് മറക്കാൻ പാടില്ല. ഈ ബൈബിള് കാണുമ്പോൾ അതിനെ ഭയക്കുകയും അതിനെ കൂട്ടിയിട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പല സംഭവങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ ബൈബിൾ വിവർത്തനം ചെയ്യുന്ന ആളുകളെയും ശത്രുക്കളായിട്ടല്ലേ കാണുന്നത്. അപ്പം ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഭാഷ പഠിക്കണം, അതിനുവേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിലെ സന്ദേശത്തിന് അത്രമാത്രം പ്രത്യേകതയുണ്ട്, ജീവനുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതിയാണുള്ളതെങ്കിൽ എന്താണ് ബൈബിളിൻ്റെ സന്ദേശം? അതെങ്ങനെയാണ് രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്? അത് ഒന്ന് പറയുന്നെങ്കിൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു മാർട്ടിൻ ലൂതറാണ് പറഞ്ഞത്, വേദപുസ്തകത്തിലെ
ഓരോ വാക്കിലും എവറി വേർഡ് ഇൻ ദ ബൈബിൾ ഈസ് എ ക്രാഡിൽ ഇൻ വിച്ച് ജീസസ് സ്ലീപ്സ്. ഓരോ വാക്കിലും യേശു ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഓരോ വാക്കിലും യേശുവിനെ കാണണം, ദൈവത്തിൻ്റെ സന്ദേശം കാണണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പ്രയോഗമാണ്, ബൈബിൾ ഈസ് ഗോഡ്സ് ലവ് ലെറ്റർ ടു മാൻകൈൻഡ്. മനുഷ്യന് ദൈവം നൽകിയ ഒരു പ്രേമലേഖനമാണ് വേദപുസ്തകം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുള്ളത് മറ്റൊരു മതഗ്രന്ഥത്തിലും ഇതുപോലെ വ്യക്തമായിട്ട് കാണുന്നില്ല. മറ്റ് എല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നെങ്കിൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല തന്നെ. നിരാശയിലാണ്ടുപോയി ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ ഉഴന്നു നടക്കുന്നവർക്ക് പ്രത്യാശയും പ്രകാശവും പകരുന്ന ഒരു ദിവ്യ ജ്യോതിയാണ് ദൈവത്തിൻ്റെ വചനം. അനേകരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. വേദപുസ്തകം വായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ. അപ്പോൾ അതിൽ യേശു കർത്താവുണ്ട്, ദൈവത്തിൻ്റെ സന്ദേശം അതിലുണ്ട്, ദൈവ സ്നേഹം അതിലുണ്ട്. മനസ്സ് തുറന്ന് വായിക്കണം. അതുതന്നെയാണ് ഇതിനെ എതിർക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം. ഇത് വായിക്കുന്നവൻ രൂപാന്തരപ്പെടാതിരിക്കില്ല എന്നുള്ളതറിയാം. ഒരു നല്ല ശതമാനം പേരും ഈ വേദപുസ്തകം വായിച്ചാൽ രൂപാന്തരപ്പെടും. അവരുടെ മിഥ്യാമൂർത്തികളെ ഉപേക്ഷിക്കും, അവരുടെ മിഥ്യാരാധനകളെ ഉപേക്ഷിക്കും, അർത്ഥമില്ലാത്ത മതങ്ങളെ ഉപേക്ഷിക്കും എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ക്രിസ്തീയ സാഹിത്യം വിതരണം ചെയ്യുന്നവരെയും വിശേഷാൽ ബൈബിൾ വിതരണം ചെയ്യുന്നവരെയും ഉപദ്രവിക്കുന്നതും കൂട്ടിയിട്ട് കത്തിക്കുന്നതും. ഇത് ജീവനുള്ള വചനമാണ്. നമുക്കറിയാമല്ലോ സാധു സുന്ദർ സിംഗിൻ്റെയും മറ്റു അനുഭവങ്ങൾ. ബൈബിൾ കത്തിച്ചവർ, സുവിശേഷ സാഹിത്യങ്ങൾ കത്തിച്ചവർ ഒടുവിൽ അതിൻ്റെ പ്രചാരകരായി മാറുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജീവനും ചൈതന്യവുമുള്ള ഏതിരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് എന്നത് സത്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ പ്രേക്ഷകരായിട്ട് ആരെങ്കിലും ഈ കർത്താവിനെ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കർത്താവ് ഉള്ളിൽ വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു സമാധാനം അതവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ലൈഫ് ഫോക്കസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.